നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന കോഡ് സെറ്റുകളുടെ തന്നെ ഒരു വീഡിയോ പോകാമെന്ന് വെച്ചു. ഇത് നാച്ചുറൽ ക്രേപ്പ് ഫാബ്രിക് ആണ്. അതിലോട്ടാണ് ഇങ്ങനെ പ്രിന്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോയിരിക്കുന്നത് ക്രോഷോ ലേസ് ഡൈ ചെയ്തെടുത്ത ഒരു 5 ഇഞ്ച് വീതി ബോർഡറിലേക്ക് 4 ഇഞ്ച് വീതിയിലുള്ള ക്രോഷോ ലേസിന് ഡൈ ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ യോക്ക് പോർഷനിലേക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഒരു ത്രെഡിൻ്റെ ഡോറിയൊക്കെ കൊടുത്തു. അതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. ലൈനാണ് പറഞ്ഞത്. ടോപ്പും ബോട്ടവും ഒരേപോലുള്ള മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ബാക്ക് ലൈൻ കൊടുത്തു. അപ്പം ഇതിപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ്. ടോപ്പും ബോട്ടവും ഒരേപോലെ കോഡ് സെറ്റായിട്ട്, കാരണം ട്രെൻഡായിട്ട് പോകുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്ത് മെറ്റീരിയലാണെന്നൊക്കെ. ഇതാണ് ആ മെറ്റീരിയൽ. ഇതാ, നാച്ചുറൽ ക്രേപ്പ് പ്യുർ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഒരു ഫാബ്രിക്കാണിത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 410 പെർ മീറ്റർ 410. അപ്പോൾ ഇതൊരു 5 മീറ്റർ ഉണ്ടെങ്കിൽ ഈസിലി ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടോപ്പും ബോട്ടും ഒരേപോലെ സ്ട്രൈറ്റ് പാൻറ്റും ആയിട്ട് ചെയ്യാം. നെക്ക് വേണമെങ്കിൽ കോളർ നെക്ക് കൊടുക്കാം, റൗണ്ട് നെക്ക് കൊടുക്കാം, അല്ല അതിന് കഫ്താൻ അടിക്കണമെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്യാം. ഏത് പാറ്റേണിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ 2.5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതോടൊപ്പം കഫ്താനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മെറ്റീരിയൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നാച്ചുറൽ ക്രേപ്പാണ്. നമുക്ക് കിട്ടാൻ നല്ല കംഫർട്ടാണ്, നല്ല ലൂസ് ഫിറ്റായിട്ട് അങ്ങ് ഒരു ട്രാവൽ കംഫർട്ടാണ്. ഏത് ഒക്കേഷനും പറ്റിയതാണ്. അത്യാവശ്യം ഒരു പ്രീമിയം ഫാബ്രിക്കാണ്. ഇനി ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നതാണിത്. മൾട്ടി കളറായിട്ട് ഒരു റെഡിഷ് ഓറഞ്ച് ആ ഒരു കളർ ടോൺ. പെർ മീറ്റർ സെയിം പെർ മീറ്റർ 410. ഇത് സിനനിൽ നോക്കൂ, നല്ലൊരു ഗ്രീൻ ടച്ച് വന്നിട്ട് മൾട്ടി കളറായിട്ട്. ഇതൊരു ഡ്രസ്സ് പോലെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ പെയർ ചെയ്തിട്ട് നമുക്ക് ബോട്ടം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ഗാദേഡൊക്കെ ആയിട്ട് ബോട്ടം ലൈനിൽ കൊടുത്തിട്ട്. അപ്പോൾ നമ്മളുടെ ഓരോരോ ഭംഗിക്ക് അനുസരിച്ച് നമുക്കിപ്പോൾ ഇതൊരു യൂണിഫോമായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരേപോലുള്ള ചെറിയൊരു ഫ്രോക്കായിട്ട് 3 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫ്രോക്ക് സ്റ്റൈലിലേക്ക് ഇവിടെ ചെറിയൊരു ഗാദേഡൊക്കെ ആയിട്ട് കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈലിലേക്ക് നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം ഇത് നല്ല സിനൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്ലോയിയാണ്, നല്ല കംഫർട്ടാണ്. ഇതാ അതുകൊണ്ട് ഒരു പിടുത്തത്തിനേ ഉള്ളൂ, അതുമാതിരിയുള്ള മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ഇതാ, ഈ ഒരു ഗ്രീൻ നോക്കിയേ. ഇത് ശരിക്കും സിനനിലേക്ക് കലംകാരി പ്രിൻ്റാണ്. ഇത് പെർ മീറ്റർ 370 ആണ്. ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ. സിനൻ തന്നെയാണ്. ആ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള സിനൻ മെറ്റീരിയൽ. 330 അജ്രക്ക് പ്രിൻ്റ്. ഇത് നോക്കിയേ, അടിപൊളി. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ഡ്രസ്സൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു ആംഗിൾ ലെങ്ത്തിലേക്കൊക്കെ. ഇതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിൽ ഇതാ. നെക്സ്റ്റ് നമുക്ക് ക്രേപ്പ് സാറ്റിൻ സിൽക്ക് പോലെ. സാറ്റിൻ സിൽക്ക് കണ്ട എന്തൊരു ഫ്ലോയിനെസ്സാന്ന് നോക്കിയേ. മൊഡാല് പോലെ ഒരു ഫ്ലോയി വരുന്ന ഒരു മെറ്റീരിയലാണ്. പെർ മീറ്റർ 135 ബഡ്ജറ്റ് റേഞ്ചാണ്. പ്രിൻറ്റഡിൽ വന്നിട്ടുള്ള കുറേ മെറ്റീരിയൽസാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇതാ സാറ്റിൻ സിൽക്ക്. ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇത് നമ്മളുടെ വാക്സ് പ്രിൻ്റ് പോലെ ഇങ്ങനെ വന്നിട്ട് പൗഡർ കളേഴ്സായിട്ട് പോവും. വീണ്ടും ഇതാ ഇങ്ങനെ വരുന്നു. വീണ്ടും അടുത്ത കളറ്. ഇതൊക്കെ നമ്മളുടെ പ്രിൻറ്റഡ് മെറ്റീരിയലിലേക്ക്, സാറ്റിൻ സിൽക്ക് അങ്ങനെയൊക്കെ വരുന്ന പ്രിൻറ്റഡ് മെറ്റീരിയലിലേക്ക്. അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം.